ഗുരുപരമ്പരയ്ക്കും പ്രണാമം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുകുല ബന്ധുക്കൾക്കും വിനീതമായ നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തന്നിട്ടുള്ള വിഷയം ഗുരു ദർശനത്തിലെ മനഃശാസ്ത്ര മാനം എന്നുള്ളതാണ്. ഗുരുദർശനം എന്താണെന്നുള്ളത് അറിയാത്തവരായിട്ട് ഇവിടെ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തികച്ചും അദ്വൈതിയായിരുന്ന സാക്ഷാൽ ബ്രഹ്മം തന്നെയായിരുന്ന ഗുരു തൻ്റെ ദർശനം അത് തനിക്ക് ചുറ്റുമുള്ള ആളുകളുടെ കഷ്ടപ്പാടുകൾ ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടി പ്രായോഗിക തലത്തിൽ അതിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഗുരുവിനെ ഒരു സവിശേഷമായ സ്ഥാനത്ത് നിർത്തുന്നത്. അങ്ങനെ പ്രായോഗിക തലത്തിൽ ആ ദർശനത്തെ കൊണ്ടുവരുമ്പോൾ അത് ഗുരു 2-3 കൈവഴികളിലായിട്ടാണ് അതിനെ വിന്യസിച്ചിട്ടുള്ളത്. ഒന്ന്, ഗുരുവിൻ്റെ കൃതികൾ. അപ്പൊ ആ കൃതികളിൽ തന്നെ നമുക്കറിയാം, സ്തോത്രകൃതികളും പ്രബോധന കൃതികളും ദാർശനിക കൃതികളും ഗദ്യകൃതികളും തർജ്ജിമയും ഒക്കെ ഉണ്ട്. അപ്പൊ ഏതൊരു കൃതിയെടുത്ത് നോക്കിയാലും അതിൻ്റെ എല്ലാം അന്തസ്സാരം ആ ദർശനം തന്നെയാണ്, അദ്വൈത ദർശനം തന്നെയാണ്. തലം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ സംഭാഷണങ്ങളും അതുപോലെ തന്നെ ഗുരുവൈഖരിയുമൊക്കെയാണ്. അതും നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ അതിനകത്തും അദ്വൈത ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു മനഃശാസ്ത്ര സമീപനം സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ മറ്റൊരു സെക്ഷൻ എന്ന് പറയാവുന്നത് നേരിട്ട് ഗുരുവിൻ്റേതല്ലെങ്കിൽ കൂടിയും ഗുരു പറഞ്ഞുകൊടുത്ത് ഗുരുശിഷ്യൻ എഴുതിയെടുത്ത് ഗുരുവിനെ വായിച്ചു കേൾപ്പിച്ച് ഗുരു പദശുദ്ധി വരുത്തി കൊടുത്ത ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന കൃതിയാണ്. അപ്പൊ അതിനകത്തും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള മനഃശാസ്ത്ര ചിന്തകളും തത്വങ്ങളുമെല്ലാം ഗുരു അന്നേ പ്രയോഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പലരും ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം, മഹാസമാധിക്ക് ശേഷം ഈ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പലരും കൊണ്ടുവന്നിരിക്കുന്നതായിട്ടുള്ള പല മനഃശാസ്ത്ര കൺസെപ്റ്റുകളും യഥാർത്ഥത്തിൽ
ഇവരെല്ലാം അത് ഒരു ആശയമായിട്ട് അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഗുരു അതെല്ലാം പ്രായോഗിക തലത്തിൽ അപ്ലൈ ചെയ്ത് വിജയിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു അപ്ലൈഡ് സൈക്കോളജിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സ് എന്താണെന്നൊക്കെ രാവിലെ ഗുരുവിൻ്റെ പ്രവചനത്തിൽ, ഗുരുവിൻ്റെ പ്രഭാഷണത്തിൽ അതെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞതാണ്. കേനോപനിഷത്തിൻ്റെയും മറ്റും ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട്. അതുപോലെ തന്നെ അമൃതബന്ധു ഉപനിഷത്തിൽ മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസക്തം മുക്തയെ നിർവിഷയം സ്മൃതം, അങ്ങനെ അതിൻ്റെ ഒരു രണ്ടാമത്തെ മന്ത്രത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ വികാസത്തിൻ്റെ, വളർച്ചയുടെ, പെരുമാറ്റങ്ങളുടെ ഒക്കെ തന്നെ, അല്ലെങ്കിൽ അവന് നേരിടേണ്ടി വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒക്കെ തന്നെ അടിസ്ഥാന കാരണം അവനിൽ തന്നെ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള മനസ്സാണ്. ആ മനസ്സിനെ കാണാൻ പറ്റുമോ? അതുമില്ല. അത് ഗുരു വളരെ വ്യക്തമായിട്ട് ഗുരുവിൻ്റെ ദർശനമാലയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിനെയും നിയന്ത്രിക്കുന്ന, മനസ്സിൻ്റെ അപ്പുറത്തിരിക്കുന്നതായിട്ടുള്ള ഒരു ബോധം, പരമാത്മബോധം, അവിടെയാണ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്ഷനിലേക്ക് വരുമെന്നില്ല. ഈ മനസ്സെന്ന് പറയുന്നത് ഗുരു നിത്യചൈതന്യതി ദാറ്റ് അലോൺ ദി കോർ ഓഫ് വിസ്ഡം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ആത്മോപദേശ ശതകത്തിൻ്റെയൊക്കെ ശ്ലോകങ്ങളുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള വ്യാഖ്യാനത്തിൽ ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്, മനസ്സെന്ന് പറയുന്നത് നമുക്ക് അത് ഇങ്ങനെ വിശകലനം ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്നാൽ നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഉള്ളിലിരുന്നെന്തോ നമ്മളോട് ഏത് സമയവും മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുണ്ട്. ആ മനസ്സ് എന്ന് പറയുന്നതിനെ ഉപമിച്ചിരിക്കുന്നത്, നിത്യഗുരു ഉപമിച്ചത് മരങ്ങളുടെ ഒരു കൂട്ടത്തെ നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയും. അപ്പൊ ഫോറസ്റ്റിലെ ഓരോ മരങ്ങളും നമ്മൾ ഇങ്ങനെ വേർതിരിച്ച് മാറ്റിയാൽ ഫോറസ്റ്റ് എവിടെയാ എന്ന് പറഞ്ഞതുപോലെ സങ്കല്പങ്ങളുടെയും അതുപോലെ തന്നെ വിചാരങ്ങളുടെയും ഒക്കെ ഒരു പ്രവർത്തന മണ്ഡലമായിട്ടുള്ള അതിൻ്റെ എല്ലാം ഒരു ആകത്തുക എന്ന് പറയാവുന്ന മനസ്സിന് അതിന് പിന്നിലിരുന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള മറ്റൊരു ബോധമണ്ഡലം. അപ്പോൾ ആ മനസ്സിൽ നിന്ന് ഈ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അവവധിച്ച് മാറ്റുകയാണെങ്കിൽ, ഇങ്ങനെ വിശ്ലേഷണം ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ മനസ്സൊന്നും പറയുന്നില്ല. ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ, ആ സമൂഹം നേരിടുന്നതായിട്ടുള്ള, ആ വ്യക്തി നേരിടുന്നതായിട്ടുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന് അവനെ മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ തന്നെ ബോധമണ്ഡലത്തിൽ വേണ്ടുന്നതായിട്ടുള്ള ഒരു കറക്ഷൻ ആണ് നടത്തേണ്ടത്. അപ്പൊ നിത്യഗുരു സൈക്കോളജി ഓഫ് ദർശനമാല എന്ന പുസ്തകത്തില് അതിനകത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത്
ഈ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ വളരെ പഴക്കമേറിയതായിട്ടുള്ള വാസനകളും മറ്റുമൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി അത് സൃഷ്ടിക്കുന്നതായിട്ടുള്ള സംഗതികളെ, അപ്പോൾ അത് പലതും സൂപ്പർ ഇമ്പോസിഷനാണ്, അധ്യാരോപം. പിന്നെ അവിടെ നിന്ന് അതിനെ റിമൂവ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഒരു കറക്ഷൻ പ്രാക്ടീസ് അത് ദർശനമാലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് ഗുരു അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയിൽ ആ ഒരു ദാർശനികമായിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഗുരുവിൻ്റെ ഈ നാരായണ ഗുരുവിൻ്റെ ഈ പ്രായോഗിക തലത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള മനഃശാസ്ത്രത്തിൻ്റെ തലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് ഗുരുവിൻ്റെ വാക്കാണ്. വാക്കെന്ന് പറയുന്നത് അതിനകത്ത് കൃതികൾ ഞാൻ പറഞ്ഞു. പിന്നെ രണ്ടാമത് സംഭാഷണങ്ങളും വൈഖരിയും ഒക്കെ പറഞ്ഞു. മൂന്നാമത് ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അതിൻ്റെ മറ്റു ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് പോകാം. രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ വാക്കിലാണ് നേരത്തെ പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് ഗുരുവിൻ്റെ ഒരു കർമ്മമണ്ഡലമാണ്, പ്രവൃത്തികൾ. ഗുരു ഏറ്റെടുത്ത അല്ലെങ്കിൽ ഗുരു ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ ഗുരു മാർഗനിർദ്ദേശം നൽകി മറ്റുള്ളവരെ കൊണ്ട് പൂർത്തീകരിച്ചതായിട്ടുള്ള പല പ്രവർത്തനങ്ങളുമുണ്ട്. അതിൽ ക്ഷേത്രപ്രതിഷ്ഠകളുണ്ട്, അതുപോലെ തന്നെ സംഘടന രൂപീകരിച്ച സംഗതികളുണ്ട്, പല ആചാരങ്ങളുടെയും പരിഷ്കാരങ്ങൾ നടത്തിയിരിക്കുന്നത് ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ഏർപ്പാടുകളും മറ്റും ചെയ്യുകയും അവിടെ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുകയും ചെയ്ത സന്ദർഭങ്ങളുണ്ട്. തൊഴിൽ പരിശീലനത്തിന് ഒക്കെ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ. ഇങ്ങനെ രണ്ട് പ്രധാന കൈവഴികൾ പറഞ്ഞു, വാക്കും പ്രവൃത്തിയും. അതിൽ വാക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു, രണ്ടാമത് പ്രവൃത്തിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും ഞാനിപ്പോൾ സൂചിപ്പിച്ചു. അപ്പോൾ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഗുരു പഠിപ്പിച്ച ആ ഒരു അദ്വൈത ദർശനം എല്ലാം ഗുരു എന്ത് ചെയ്താലും ഗുരു അദ്വൈതിയാണല്ലോ. അപ്പോൾ ഗുരുവിൻ്റെ വാക്ക് പ്രവൃത്തി എല്ലാം തന്നെ അദ്വൈതത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ അന്തിമമായിട്ട് അത് എത്തിച്ചേരുന്നത് അദ്വൈത ദർശനത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അദ്വൈത ദർശനം എല്ലാവരെയും ആത്മസഹോദരരായി കാണാനും അവരിനു വേണ്ടി അഹർനിശം പ്രയത്നം ചെയ്യുന്ന കൃപാലുക്കളായി ഉയരാനും മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന മന്ത്രം അകതാരിൽ അമർന്നിടാനും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഏകത്വ ദർശനം ഉൾക്കൊള്ളാനും മനുഷ്യനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ ഗുരുവിനെ ഫ്രഞ്ച് തത്വചിന്തകനായിട്ടുള്ള റൊമൈൻ റോളൻഡ് വിശേഷിപ്പിച്ചത് എങ്ങനെ എന്നുകൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. റൊമൈൻ റോളൻഡ് 1929 അദ്ദേഹം ഒരു നൊബൽ ജേതാവാണ്. ഗുരുവിനെ വിശേഷിപ്പിച്ചത് ജ്ഞാനി ഓഫ് ആക്ഷൻ എന്നാണ്. കർമ്മയോഗിയായ ജ്ഞാനി എന്നൊക്കെ നമുക്ക് തർജ്ജമ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരേ സമയം തന്നെ ജ്ഞാനിയായിരിക്കുകയും അതേപോലെ തന്നെ കർമ്മനിരതനായിരിക്കുകയും ചെയ്യുന്ന ഒരു മഹാഗുരു. അപ്പോൾ ഗുരുവിൻ്റെ ഈ പ്രവൃത്തികളിലും നമുക്ക് ആ ദർശനം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ജ്ഞാന
മണ്ഡലത്തിലും അത് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. രണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ആ ഗുരുദർശനത്തിന്റെ പ്രയോജനപരതയും പ്രായോഗികമാക്കുന്ന വികാസം തന്നെ എടുക്കാം. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വരുന്നതാണ്. വ്യക്തിവികാസം എന്ന് പറയുമ്പോഴത്തേക്ക് ആന്തരികമായിട്ടുള്ളൊരു വികാസവും സുഖവും നൽകുന്ന ഒരു ദർശനമാണ് ഗുരുദർശനം. മൃഗസമാനമായ ജീവിതത്തിൽ നിന്നും ഉയർന്നു വരേണ്ടതുണ്ട് ഓരോ മനുഷ്യനും. എന്നാൽ മാത്രമേ ഒരു വികാസം ഉണ്ടാകൂ. സങ്കുചിത വ്യക്തിത്വത്തിൽ നിന്ന് വികസിതമായ ഒരു വ്യക്തിത്വത്തിലേക്ക് ഉയരാം. അങ്ങനെയാണല്ലോ വ്യക്തിവികാസം സംഭവിക്കുന്നത്. ഉണരണം എന്നി ഉറങ്ങണം, ഭുജിച്ചീഴണം അചനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികല്പമാകയാൽ ആരുണവരുള്ളത് നിർവികാര രൂപം എന്നൊക്കെ ഗുരു ആത്മോപദേശത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ള ആ ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു വ്യക്തിവികാസം, സങ്കുചിതമായിട്ട് മാത്രം സംഭവിച്ച ഒരു വ്യക്തിവികാസത്തെ സംബന്ധിച്ചാണ്. അപ്പൊ അതിൽ നിന്ന് ഉയരേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ഉള്ള അന്വേഷണവും ശ്രമവും ഓരോരുത്തരും കൈക്കൊള്ളണം. ഒരു ഗുരുവിനെ സമീപിച്ച് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഞാനാര്, ഈ ജഗത്ത് എവിടെ നിന്നുണ്ടായി എന്നൊക്കെയുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. അപ്പോൾ അതിനായിട്ട് ഒരു ഗുരുവിനെ സമീപിക്കണം. അപ്പോൾ അങ്ങനെ സമീപിക്കുമ്പോഴത്തേക്ക് അവനിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ചില ഭാവഭേദങ്ങളും മാറ്റങ്ങളും അതുപോലെ അതിൻ്റെ മാനസികമായിട്ടുള്ള തലത്തിൽ അവൻ സ്വയം ആർജിക്കേണ്ടതായിട്ടുള്ള ചില മാറ്റങ്ങളുമൊക്കെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ ഒന്നാമത്തെ ഒരു പദ്യത്തിൽ തന്നെ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു കൃപണന്റെ അവസ്ഥയിൽ നിന്ന് ഒരു കൃപാലുവിൻ്റെ അവസ്ഥയിലേക്ക് ഉയരുന്ന ഒരു 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 പ്രോസസ്സാണ് ആ വ്യക്തി വികാസം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ആത്മോപദേശത്തിൽ ഗുരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെന്നു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു കൃപണത്വത്തിൽ നിന്ന് ഒരു കൃപാലുവിന്റെ തലത്തിലേക്ക് ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആണ് യഥാർത്ഥത്തിലെ വ്യക്തിത്വ അല്ലെങ്കിൽ വ്യക്തി വികാസം എന്ന് പറയും. അപ്പൊ അതവിടെ ഞാൻ ഒന്ന് ഓടിച്ചു പോകുന്നതേ ഉള്ളൂ. നമുക്ക് വിശദമായിട്ട് പിന്നീട് ഇത് സംസാരിക്കാവുന്നതാണ്. ഈ പ്രവർത്തനങ്ങളിലും ഒക്കെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്ന ചില അപ്ലൈഡ് സൈക്കോളജിക്കൽ കൺസെപ്റ്റ്സ് ആണ് ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്ന്, ഇതെല്ലാം പിന്നീട് പിൽക്കാലത്ത് ഓരോ ഓരോ തത്വചിന്തകന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും എല്ലാം പിൽക്കാലത്ത് രൂപം കൊടുത്ത തിയറികളും കൺസെപ്റ്റുമാണ്. ഗുരു ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഗുരു ഇങ്ങനെയുള്ള തിയറി ഒന്നും നോക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ആ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ഒരു ക്ഷേത്രം പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരു ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ആരൊക്കെ വന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഗുരു ഇപ്പം മുഹൂർത്തം ഉണ്ടോ പ്രതിഷ്ഠയ്ക്കുള്ള? അപ്പോൾ ഗുരു പറഞ്ഞ എന്താണ്, പ്രതിഷ്ഠ കഴിഞ്ഞല്ലോ, ഇനി നിങ്ങൾ അടി അളന്ന് നോക്കിക്കോ. ഒരു കുഞ്ഞ് ജനിച്ചിട്ടാണല്ലോ ജ്യോതിഷന്റെ ജാതകം നോക്കുന്നത് എന്ന്. അപ്പോൾ ഗുരുവിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശാസ്ത്രം, അതിൻ്റെ തിയറിയും കൺസെപ്റ്റും ഒക്കെ എന്താണെന്ന് പിൽക്കാലത്ത് ലോകമെമ്പാടുമുള്ള മനഃശാസ്ത്രജ്ഞന്മാർ ഓരോരോ തിയറികളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ 1978 ഹെൻറി ടാൽഫെൽ ഒരു സോഷ്യൽ ഐഡന്റിറ്റി തിയറി കൊണ്ടുവന്നിട്ടുണ്ട്.
സോഷ്യൽ ഐഡന്റിറ്റി തിയറി. അപ്പോൾ അത് എന്ന് പറയുന്നത് ഈ ഒരു സമൂഹത്തെ ഒരു എന്താ പറയുക, ഇങ്ങനെ അവകർഷതാബോധത്തിൽ അവരുടെ മേൽ ചില സ്റ്റിഗ്മ, ചില എന്താ പറയുക, അവരുടെ ചില പോരായ്മകളൊക്കെ ചാർത്തിക്കൊണ്ട്, പോരായ്മകൾ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി, അങ്ങനെ ആ പോരായ്മകൾ ചാർത്തിക്കൊണ്ട് അവരെ ഇങ്ങനെ അടിമകളാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവർക്ക് ഒരു സോഷ്യൽ ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കണം. ഒരു ഐഡന്റിറ്റി, അവർക്കൊരു സ്വത്വബോധം അവരിൽ ജനിപ്പിക്കണം. അതുപോലെ തന്നെ അവർക്ക് ഒരു സെൽഫ് എസ്റ്റീം, ഓരോരുത്തർക്കുമുള്ള ഒരു അഭിമാനം, ആത്മാഭിമാനം അവരിൽ വളർത്തിയെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗുരു ചെയ്ത കാര്യങ്ങൾ നിരവധിയാണ്. അരിവിപ്പുറം പ്രതിഷ്ഠ തുടങ്ങി പലതുമുണ്ട്. അതെല്ലാം തന്നെ അത്തരത്തില് ഉള്ള ഒരു സോഷ്യൽ ഐഡന്റിറ്റി, അതുപോലെ തന്നെ കളക്റ്റീവ് സെൽഫ് എസ്റ്റീം, പൊതുവായിട്ടുള്ള ആ ഒരു സമൂഹത്തിന്റെ എന്താ പറയുക, ഒരു ആത്മാഭിമാനം ഓരോരുത്തർക്കും അതിൽ അഭിമാനം കൊള്ളുന്ന തരത്തിലേക്ക് അവർ ഉയർത്തുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് നിരവധി കർമ്മ പദ്ധതികൾ ഗുരു ചെയ്തിട്ടുണ്ട്. ഉദാഹരണങ്ങൾ പലതുമുണ്ട്. രണ്ടാമത്തെ മറ്റൊരു തിയറി 1957 ലിയോൺ ഫെസ്റ്റിഞ്ചർ കൊണ്ടുവന്ന ഒരു കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി. ഇപ്പൊ കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി എന്ന് പറയുന്നത് ഒരു ജനത അവരുടെ കാലങ്ങളായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾക്ക് ഇളക്കം തട്ടുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് അവരിലൊരു വലിയ അസ്വസ്ഥതയുണ്ട്. അപ്പൊ ആ ഒരു അസ്വസ്ഥതയാണ് ഈ ഡിസോണൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന് വാല്യൂ റീഓറിയന്റേഷൻ, ഒരു മൂല്യ ഒരു പുനർനിർണയം നടത്തും. അതൊക്കെ ഈ ഗുരുവിന്റെ ഈ പ്രവർത്തനങ്ങളിൽ നമുക്ക് അരിവിപ്പുറം പ്രതിഷ്ഠ മാത്രം എടുത്താലും മതി. എല്ലാ ക്ഷേത്ര പ്രതിഷ്ഠകളിലൊക്കെ ഗുരു അവിടെ പ്രതിഷ്ഠിക്കുമ്പോഴത്തേക്ക് ഗുരുവിന് പ്രതിഷ്ഠ നടത്തിയത് ബ്രാഹ്മണനൊന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു സോഷ്യൽ ഡിസോണൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അന്ന് വരെ ധരിച്ചിരുന്ന പല സങ്കല്പങ്ങളും പല കാര്യങ്ങളും പലർക്കും തിരുത്തേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയും ആകാമല്ലോ, ഇതാണല്ലോ യുക്തി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതാണ് ആ സോഷ്യൽ ഡിസോണൻസിനെ കുറിച്ചും വാല്യൂ റീഓറിയന്റേഷനെ കുറിച്ചും ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അടുത്തത് ആൽബർട്ട് ബൻഡൂറാസിന്റെ സോഷ്യൽ ലേണിംഗ് തിയറി ഉണ്ട്. അത് 1977 അത് ഓർക്കണം. ഞാൻ ഈ പറയുന്ന ഈ വർഷങ്ങൾ കൂടി നിങ്ങൾ മനസ്സിൽ ഗുരു ഇതെല്ലാം ഏത് കാലത്താണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണല്ലോ ജാതകം നോക്കേണ്ടത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പൊ ഈ ആൽബർട്ട് ബൻഡൂറാസിന്റെ ഒരു സോഷ്യൽ ലേണിംഗ് ആൻഡ് ബിഹേവിയറൽ മോഡലിംഗ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ വ്യക്തികൾ ചില മാതൃകകളിലൂടെ പഠിക്കുകയും അവരുടെ ഈ ബിഹേവിയറിൽ, അവരുടെ പെരുമാറ്റ രീതികളിലും സ്വഭാവ വൈശിഷ്ട്യങ്ങളിലുമൊക്കെ സ്വമേധയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബിഹേവിയറൽ മോഡലിംഗ്. അപ്പൊ അതില് ഗുരു തന്നെ ഒരു ഏറ്റവും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു.
ഏതൊരു വ്യക്തിക്കും ആ മോഡലിൽ നിന്ന് പഠിക്കാം. അപ്പൊ ഗുരുവിന്റെ ജീവിതം മാത്രം ഒരു മോഡലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഗതി, ഈ സോഷ്യൽ ലേണിംഗ് ആൻഡ് ബിഹേവിയറൽ മോഡലിംഗ്, അതായത് ആൽബർട്ട് ബെൻഡുറയൊക്കെ 1977 കൊണ്ടുവന്ന ആ ഒരു തിയറിയുമായിട്ട് അതെല്ലാം യോജിച്ചു പോകുന്നതാണ്. മറ്റൊന്ന് ഹുഡ് ലെവിൻ എന്ന് പറയും. അദ്ദേഹം ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് സോഷ്യൽ മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു തിയറി, ഓരോരോ മനഃശാസ്ത്രജ്ഞന്മാരും ചില ഈ പദങ്ങളുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് പല 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 പേരുകളിൽ ഒരേ തിയറി തന്നെ അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ വരുത്തി അവതരിപ്പിക്കാറുണ്ട്. അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് അത് 1985 ദേശി ആൻഡ് റിയാൻ എന്ന് പറയുന്ന രണ്ടുപേർ കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ്. അതിനകത്ത് അവര് ഈ സെൽഫ് കൺസെപ്റ്റ് ആൻഡ് സൈക്കോളജിക്കൽ എംപവർമെന്റ് എന്നാണ്. അപ്പൊ അത് സൈക്കോളജിക്കൽ എംപവർമെന്റ് ആൻഡ് സെൽഫ് റെസ്പെക്ട് അതാണ്. അപ്പൊ അതില് ഈ സൈക്കോളജിക്കൽ വെൽബീയിങ് അവരുടെ തിയറി ഇതാണ്: ഡിപ്പെൻസ് ഓൺ ഓട്ടോണമി, കോമ്പിറ്റൻസ് ആൻഡ് റിലേറ്റഡ്നെസ്. Guru's reform activities addressed each of these dimensions. ഒരു വ്യക്തിയുടെ ആ ഒരു എന്താണ് പറയുക, കോമ്പിറ്റൻസി, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് ഒക്കെ ഉള്ളൊരു സാമർഥ്യം, അതുപോലെ തന്നെ അവന്റെ ഓട്ടോണമി, അവന്റെ എന്താണ് സ്വയം തീരുമാനമെടുക്കാനുള്ള അവന്റെ കഴിവ്, ഓട്ടോണമി. അപ്പൊ ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുവിന്റെ ആ ഒരു മോഡൽ ആളുകൾക്ക് കണ്ടുപഠിക്കുവാനായിട്ട് ഏറെ സഹായകരമായിട്ടുണ്ട്. അദ്വൈത ആസ് യൂണിവേഴ്സൽ സൈക്കോളജി, അദ്വൈതത്തെ ഒരു യൂണിവേഴ്സൽ സൈക്കോളജിയായിട്ട് പാശ്ചാത്യ മനഃശാസ്ത്രജ്ഞന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, അത് എബ്രഹാം മാസ്ലോവിൻ്റെ ആണ്. മാസ്ലോവിൻ്റെ ഒരു വലിയ എന്താണ് ഒരു മോഡലുണ്ട്, ഒരു നീഡ്സ് ഹൈറാർക്കി തിയറി എന്ന് പറയും. അപ്പോൾ അത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം മനുഷ്യൻ നിറവേറ്റി കഴിയുമ്പോഴത്തേ അതിൻ്റെ മുകളിലേക്കുള്ള ആവശ്യങ്ങൾ അങ്ങനെ ഓരോരോ അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ കൂടി സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ പരമമായിട്ടുള്ള ഒരു ലക്ഷ്യം, ആത്മസാക്ഷാത്കാരം. ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് അത് തന്നെയാണ് കാണാൻ സാധിക്കും. ഗുരുവിൻ്റെ കൃതികളിലൂടെയൊക്കെ പോയാലും അത് തന്നെയാണ് കാണാൻ സാധിക്കും. പിന്നെ പലതും കാൾ യുങ്ങിൻ്റെ ഇൻഡിവിജ്വലേഷൻ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അത് ആത്മോപദേശ ശതകത്തില് അത് നിത്യഗുരു അത് സൂചിപ്പിക്കുന്നുണ്ട്, കാൾ യുങ്ങിന്റെ തിയറി. യുങ്ങിന്റെ തന്നെ മറ്റൊരു തിയറി ഉണ്ട്, കാൾ യുങ്ങിന്റെ ഷാഡോ ആൻഡ് ഓപ്പോസിറ്റ്സ് തിയറി എന്നാണ് അതിന് പറയുന്നത്. ഇന്റഗ്രേഷൻ ഓഫ് ഓപ്പോസിറ്റ്സ്, വൈപരീത്യങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു രീതി, ഡയലക്റ്റിക്സ് ഒക്കെ നമ്മൾ പറയാറുള്ളത് അത് തന്നെ. പൊരുതു ചെയ്യിപ്പത് അസാധ്യം, ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല എന്നൊക്കെ ഗുരു പറഞ്ഞിരിക്കുന്നത് ആ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുന്നു. അങ്ങനെ പല സംഗതികളും പോകുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പ്രധാനമായിട്ട് ഈ ക്ഷേത്രപ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അതിലൊക്കെ ഈ അപ്ലൈഡ് സൈക്കോളജി ധാരാളമായിട്ട് പ്രയോഗിക്കുക. അതുപോലെ തന്നെ പല അനാചാരങ്ങൾ മാറ്റിയത്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെ തുള്ളിക്കൊണ്ട് നിൽക്കുന്ന ഒരു വെളിച്ചപ്പാടിനടുത്ത് ഒരു അവസാനം ചോദിക്കുന്നുണ്ട്, എന്താണ് പരീക്ഷ വല്ലതും കാണണോ എന്നൊക്കെ വെളിച്ചപ്പാട് ചോദിക്കുമ്പോഴത്തേക്ക്
ഗുരു പറയുന്നു ആ വായിൽ പല്ല് മുളച്ച് കണ്ടാൽ കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ എന്താണ് നമ്മുടെ ഈ വെളിച്ചപ്പാട് ഉൾപ്പെടെയുള്ളവർ ചിരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ശരിക്കും ആളുകളുടെയൊക്കെ മനസ്സിൽ രൂഢമായിരിക്കുന്നതായിട്ടുള്ള പല അടിസ്ഥാനമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ ആയിട്ട് കൊണ്ടു നടന്നിരുന്ന പല കാര്യങ്ങളെയും ഗുരു ഇതുപോലുള്ള ചില ടെക്നിക്കുകളിലൂടെ, ഷോർട്ട് കട്ടുകളിലൂടെ അതിനെല്ലാം പരിഹാരം കണ്ടെത്തി എന്നുള്ളതാണ്. സർ, നമുക്ക് ബാക്കി സാർ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് നമുക്കത് പ്രബന്ധമായിട്ട് എഴുതി കൊടുക്കാം സാർ. നമ്മുടെ മാസികയ്ക്ക് വേണ്ടിയിട്ട് ഗുരു പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്തിനകത്ത് നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു പ്രബന്ധമായിട്ട് എഴുതിയിട്ട് നിന്നാലും പ്രബന്ധമായിട്ട് എഴുതിയിട്ട് കൊടുത്ത് നമുക്ക് മാസിക ചെയ്യാൻ പറയാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന കൃതി തികച്ചും പൂർണ്ണമായിട്ടും മനഃശാസ്ത്രമാണ്. ഏറ്റവും ആധുനികമായിട്ടുള്ള ചൈൽഡ് സൈക്കോളജിയാണ് അതിനകത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ബാലപരീക്ഷണം എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. മൊത്തം സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. നമുക്ക് ഉച്ച കഴിഞ്ഞ് സൗകര്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നോക്കാം. ഏതായാലും ഇത്രയും അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ ആധുനിക മനഃശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ അത് അവതരിപ്പിച്ചു എന്നതാണ് ഈ പ്രബന്ധത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. സാധാരണഗതിയിൽ നമ്മൾ മനഃശാസ്ത്രമായ ഉടനെ ഫ്രോയിഡും യുങ്ങും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ചുറ്റിക്കെത്തിരിക്കുകയാണ് പതിവ്. അതൊക്കെ പോയിട്ട് റമൻ റോളണ്ട് പോലെ ഇങ്ങോട്ടുള്ള അതിമനോഹരമായി സാർ ഇവിടെ നമ്മൾ പറഞ്ഞു കേൾപ്പിച്ചു. സൈക്കോളജി ഓഫ് ദർശനമാല എന്ന് പറയുന്നത് സാർ പറഞ്ഞു വന്നപ്പോൾ എല്ലാം അതിനകത്ത് വന്നു. അതിനകത്ത് വ്യക്തി വികാസം, അത് കഴിഞ്ഞ് അപ്ലൈഡ് സൈക്കോളജി എലിമെന്റ്സ്, കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി, റെസൊണൻസ് തിയറി അല്ല, ഡിസണൻസ് ആണ്, ഡിസണൻസ് തിയറി, കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി, ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് സോഷ്യൽ മൊബിലൈസേഷൻ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും അദ്വൈത യൂണിവേഴ്സൽ സൈക്കോളജി, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മ സാക്ഷാത്കാരത്തിന് ഒതുങ്ങുന്ന വിധത്തിൽ എങ്ങനെയാണ് സൈക്കോളജിയുടെ എലമെന്റ്സ് ഗുരുവിന്റെ ദർശനങ്ങൾ കാണപ്പെടുന്നതെന്ന് സാർ അനിൽ സാർ വളരെ വിശദമായി പറഞ്ഞു. അനിൽ സാറിന്റെ ഈ ഒരു പ്രബന്ധത്തിന് വേണ്ടി ഞാൻ തയ്യാറാക്കുന്ന നോട്ട്സ് അവസാനിക്കുന്നില്ല. വളരെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നിർത്തേണ്ടി വന്നതാണ്. അങ്ങ് ഈ ഇതെല്ലാം ചേർത്ത് ഒരു വലിയ പ്രബന്ധമായിട്ട് എഴുതിയിട്ട്, നല്ല ലേഖന പരമ്പരയായിട്ട് എഴുതിയിട്ട് തരണം. നമുക്കത് മാസികയിൽ പ്രസിദ്ധീകരിക്കാം. രണ്ടാമത്തെ പ്രബന്ധം എന്ന് അവതരിപ്പിക്കേണ്ടത് ശ്രീമതി മഹിജ ഷാജിയാണ്. മഹിജ ഷാജി ഫിലോസഫി പഠിക്കുന്ന ആളാണ്. ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ചേർത്തലയിലെ എരുപുന്നിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഈ ഗുരുകുലത്തിലെ ആദ്യ പ്രബന്ധമാണ് മഹിജയുടെ. അത് തേവാര പതികങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. തേവാര പതികങ്ങൾ തന്നെ വളരെ വ്യത്യസ്തമായ വളരെ സ്പെസിഫിക് ആയ പോയിന്റാണ്. ശൈവ സിദ്ധാന്ത ദർശനം എന്നുള്ളതാണ്.